ഞങ്ങളുടെ ആശ്രമങ്ങളിൽ ആൾക്കാർ ചെറുതും വലുതുമായ സംഭാവന കൊണ്ടുതരും. രസീത് കൊടുക്കുമ്പോൾ രസീതൊന്നും വേണ്ട, ദൈവം കണ്ടാൽ മതി, ആരെ കാണിക്കാനാ. TN ശേഷൻ, ഇന്ത്യയുടെ മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, തൃശ്ശൂരിൽ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ഒരു ക്ഷേത്ര കമ്മിറ്റിക്കാർ ശേഷനോട് പറഞ്ഞു, ഞങ്ങൾ ഒരു ക്ഷേത്രം പണിയുന്നുണ്ട്. അപ്പോൾ ശേഷന് മനസ്സിലായി സംഭാവന ലക്ഷ്യം. TN ശേഷൻ അന്ന് 2001 രൂപ സംഭാവന കൊടുത്തു. അവർ പണം മേടിച്ചിട്ട് രസീത് എഴുതി, TN ശേഷൻ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഡൊണേഷൻ 2001 രൂപ കൊടുത്തപ്പോൾ ശേഷം പറഞ്ഞു രസീത് വേണ്ട. അതെന്താ? ഈശ്വരന് കൊടുക്കുന്ന കാര്യത്തിൽ കണക്ക് വെക്കാറില്ല, ഈശ്വരൻ കണ്ടാൽ മതി. അപ്പോൾ അവർ ചോദിച്ചു, പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് ഞങ്ങളെ കൊണ്ട് രസീത് എഴുതിപ്പിച്ചത്? അപ്പോൾ ശേഷം പറഞ്ഞു, ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ ദൈവം കണ്ടാൽ മതിയെങ്കിലും ദൈവത്തിൻ്റെ നാമത്തിൽ പിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കണക്ക് വേണം. അതുകൊണ്ട് രസീത് കയറി ദൂരെ കളഞ്ഞേരെ അവൻ കാണുന്ന ദൈവമാണ്. പരഞ്ഞാനം മഠത്തിൽ ഒരു കന്യാസ്ത്രീ അമ്മ ചോര തുപ്പി ചുമച്ച് കിടന്നു. അൽഫോൻസാമ രാത്രിയുടെ നിശബ്ദയാമങ്ങളിൽ എഴഞ്ഞു ചെന്ന് അൾത്താരയുടെ പുറയുന്ന മുറിഞ്ഞ മെഴുകിലെടുത്ത് മഠത്തിൻ്റെ വരാന്തയിൽ കത്തിച്ചു വെച്ചു. സീനിയർ സിസ്റ്റേഴ്സ് രാത്രി എഴുന്നേറ്റ് നിന്നാൽ കാല് മുട്ടാതിരിക്കാൻ. ആരും കാണാതെ അൽഫോൻസാമ കത്തിച്ചത്. പക്ഷെ ദൈവം കണ്ടു. ഇന്ന് 24 മണിക്കൂറും അണയാത്ത തിരികൾ അമ്മയുടെ കല്ലറയിൽ കത്തിക്കുവാൻ തക്ക വിധം ദൈവം മനസ്സ് കാണിച്ചു. ദൈവം കാണുന്ന ദൈവമാണ്. 5 രൂപ നേർച്ചയിടാൻ കഴിവുള്ളയാൾ, പള്ളിയല്ലേ, ധ്യാനമല്ലേ, ആവശ്യങ്ങൾ പലതല്ലേ എന്ന് പറഞ്ഞ് 50 ഇട്ടാൽ ദൈവം അത് കാണും. 50 ഇടാൻ കഴിവുള്ളയാൾ, ഇത്രയും പേരുള്ളപ്പം എൻ്റെ 5 മതി എന്ന് ഒതുക്കിയാൽ ദൈവം അതും കാണും. ഒരമ്മയും 7 വയസ്സുള്ള മോനും ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. അമ്മ ഒരെന്നാ ഉണക്കപ്പള്ളിയാണ്, ഫാനിന് കാറ്റില്ല, ഓർഗന് ശബ്ദമില്ല, കസേരയ്ക്ക് ബലമില്ല, കുർബാനയ്ക്ക് ഭക്തിയില്ല, ബെഞ്ചിലൊക്കെ പൊടി. 6 വയസ്സുള്ള മോൻ്റെ മറുപടി, എൻ്റെ അമ്മ 5 രൂപയ്ക്ക് ഇതിലും കൂടുതൽ എവിടെ കിട്ടാനായിട്ടാണ്? ഇപ്പം കാണുന്നുണ്ട്. ദൈവമെല്ലാം കാണുന്നവന്, ചെറുതും വലുതുമായ സകലതും കാണുന്ന ഒരു ദൈവമുണ്ട്.